മിനിറ്റ് ഇനി ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം. മറുപടി ഉണ്ട്. നമുക്ക് തുടങ്ങല്ലേ, നമ്മൾ തുടങ്ങല്ലേ, ഒരു മറുപടിയുമില്ല. സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാനല്ല, കുത്തക കമ്പനികൾക്ക് വേണ്ടി വാദിക്കാനാണ് ശ്രീ അനിൽകുമാർ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കൂ, ഈ നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ 8 ഏക്കർ സ്ഥലം അവിടെ കോമ്പൗണ്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ആ സ്ഥലം ഒരു കോളേജ് നടത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അത് സത്യമാണോ എന്നറിയാൻ അവർ 2018 ഒരു പ്രയാഗ കോളേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടതാണ് അത്ര ഒരു വ്യക്തി. അത് സത്യമാണോ എന്നറിയാൻ നമ്മൾ പഞ്ചായത്തിൽ ആ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് 2018 ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് ഇതുവരെ അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടി നടത്തുന്ന ഒരു കോളേജാണെന്ന് പറഞ്ഞ് അവരിപ്പോൾ താൽക്കാലിക കെട്ടിടത്തിൽ പാലക്കാട് ഒരു സ്ഥലത്താണ് നടത്തുന്നത്. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. 2026 വരെ അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചത് നിലവിലുണ്ട്. അത് ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. എല്ലാ വികസനത്തെയും എതിർക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞ് തള്ളല്ലേ ശ്രീ അനിൽകുമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, 4 മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി എലപ്പുള്ളി പഞ്ചായത്തിൽ വന്ന് ഈ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അംശം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഒരു സെമിനാർ തന്നെ നടത്തി. അത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത 460 കർഷകർക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ പരിപാടി ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ എന്താണ് പറഞ്ഞത് അവരോട്? പരമാവധി നിങ്ങളുടെ കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കുക, തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക, അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് കുറയ്ക്കുക, വിഷാംശം കുറയ്ക്കുക, ശുദ്ധവായു ഓക്സിജൻ ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് ഇത് നടപ്പിലാക്കുന്ന ആദ്യത്തെ പഞ്ചായത്ത്. ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ ഈ ബ്രുവറി വരുമ്പോൾ അതിനോട് ഏത് തരത്തിൽ വരാനുള്ള നീക്കങ്ങളോട് ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്ലാച്ചിമട മോഡൽ സമരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നത് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്.